തമ്മിൽ ചേരാത്ത കുറേ നാളായി പിരിഞ്ഞുപോയ ജോഡികൾ വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് ഒരുമിച്ച് ചേരുന്നു. എന്നിട്ട് ആ ജനം ബഹിഷ്കരിച്ച, കേരളം ബഹിഷ്കരിച്ച ഒരു MLA പിന്നീട് നേരെ പോയത് അങ്ങോട്ടാ പാലക്കാട് പോയി ഹോസ്പിറ്റലിൽ നേരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നു. അതിനുള്ള അവസരമെല്ലാം ഒരുക്കിയിട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ബേബിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്ക് അവിടെ പൊതുപരിപാടി റെഡിയായി നിൽക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായും മാറി ഷാഫിയുമായി അകലം പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാറിയത്. ഒരാൾ പോലും ഉണ്ടായില്ല. അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത്, പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. ഇതെല്ലാം ഉണ്ടായത് പരിക്ക് അദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുന്നു. പരിക്ക് പറ്റി എല്ലാവരും പേരാമ്പ്രയിലുള്ള ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടില്ലേ? അദ്ദേഹം അത് നേടേണ്ടതായിരുന്നില്ലേ? അദ്ദേഹം അതിന് തേടി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഗുരുതരമായ പരിക്ക്, 3 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ, എന്തെല്ലാമാണ് അവതരിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം ഇവിടുന്ന് ബൈറ്റ് കൊടുത്തിട്ടാണ് പോയത്. ഇവിടുന്ന് ബൈറ്റ് കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടുന്ന് ബൈറ്റ് കൊടുത്തു. പിന്നെ തിരിച്ചു വരുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ. ഇതൊക്കെ എന്ത് നാടകമാണ്? ഈ നാടകമൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ? നടക്കാൻ ശേഷിയില്ല ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ കരുതുന്നുണ്ടോ ഷാഫി പറമ്പിലിന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയെന്ന്? വീൽ ചെയറിൽ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് എത്ര കാലം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? അതാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ സമാധാനപൂർണമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി പ്രവർത്തിച്ചു. ആ മാതൃകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടരേണ്ടത്. ഒരു ജനപ്രതിനിധി, ഒരു നേതാവ് ഒരു പ്രദേശത്തെത്തിയാൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. അവിടെ ആക്രമണവും പ്രശ്നങ്ങളുമല്ല ഉണ്ടാകേണ്ടത്. ഇനിയെങ്കിലും ഷാഫി തിരുത്തണം. ഷാഫി തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ UDFന്റെ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം ഷാഫിയെ തിരുത്തിക്കണം. ഏതായാലും നമുക്ക് പേരാമ്പ്രക്കാർക്കെല്ലാം മറ്റൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഷാഫി പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാണാൻ തമ്മിൽ ചേരാത്ത കുറേ നാളായി പിരിഞ്ഞുപോയ ജോഡികൾ വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് ഒരുമിച്ച് ചേരുന്നു. എന്നിട്ട് ആ ജനം ബഹിഷ്കരിച്ച, കേരളം ബഹിഷ്കരിച്ച ഒരു MLA പിന്നീട് നേരെ പോയത് അങ്ങോട്ടാ പാലക്കാട് പോയി ഹോസ്പിറ്റലിൽ നേരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നു. അതിനുള്ള അവസരമെല്ലാം ഒരുക്കിയിട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ബേബിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്ക് അവിടെ പൊതുപരിപാടി റെഡിയായി നിൽക്കുന്നു. ആ പൊതുപരിപാടി നടത്തുന്നത് മറ്റൊരു കുട്ടിയും അറിയില്ല എന്ന് പറഞ്ഞാൽ പാവം ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവർ പോലും അറിയാതെ കൃത്യമായ ഗൂഢാലോചനയുടെ പരിപാടിയാണ് പൊതുപരിപാടി തയ്യാറാക്കി വെച്ച് ഇവിടെ നിന്നുള്ള എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണോ? ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ? ഇത് സമൂഹത്തിന് ചേർന്നതാണോ എന്ന് നല്ലവണ്ണം എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ജനകീയ കരുത്തെന്ത് എന്നും എങ്ങനെയാണ് ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നതെന്നും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കപ്പെടും. അതിലൂടെ ജനങ്ങളുടെ മുന്നിൽ ഇവരെല്ലാം തുറന്നു കാട്ടപ്പെടും. പേരാമ്പ്രയിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. ഞങ്ങൾ പേരാമ്പ്രക്കാർ തന്നെ മതി. ഇവിടെ ഷാഫിയുടെ പരിപാടിക്കും ഈ പറഞ്ഞ അക്രമത്തിനുമെല്ലാം പേരാമ്പ്രക്കാരല്ല, പുറത്തുള്ള ചില ക്രിമിനൽസിനെയാണ് കൊണ്ടുവന്നതെന്ന് വിഷ്വൽ പരിശോധിച്ചാൽ ആളുകൾക്കറിയാം. എന്നാൽ പേരാമ്പ്രയുടെ പ്രതിഷേധമെന്ത്, പേരാമ്പ്രയുടെ നിലപാടെന്ത്, പേരാമ്പ്ര എങ്ങനെയാണ് സമാധാനപരമായി മുന്നോട്ട് പോവുക എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കാണിക്കും.